ഹായ് ലക്ഷ്മി, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഈ മുഖം? അവൻ പാവം, അത് നല്ല മെമ്മറീസ് അല്ല പാവം. നമുക്ക് അപ്പൊ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. He just had a little baby boy, maybe 15 or 20 days. ഇയാള് ഭയങ്കര ഹോം സിക്ക് പാവം. പക്ഷെ അവർക്ക് ടൈറ്റ് ബാക്ക് ടു ബാക്ക് ഷൂട്ടിംഗ്. അപ്പൊ കെന്നയാണ് ഇനിയിപ്പോ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും. കെന്നെന്ന് പറഞ്ഞല്ലേ, കന്നഡത്തിലെ കെന്നെന്ന് പറഞ്ഞാല് ചീക്സ് ആണ്. ആണോ? ചീക്സ് എന്നാണോ എന്റെ മെയിൻ? ആണോ? നോട്ട് കെന്ന, കെന്നെ. കെന്നെ കെന്നെ വന്നപ്പം, അതായത് മുതലാളി വന്നപ്പോ കറക്റ്റ് ആയിട്ട് ലക്ഷ്മി ചേച്ചിയെ പോലെ ഒരാള് വന്ന് അതാ വിവാഹിതയാവാൻ പോകുന്നു എന്ന വാർത്ത വർഷത്തിൽ മിനിമം 2 തവണ സോഷ്യൽ മീഡിയയിൽ തല പൊക്കുമ്പോൾ പാവം அந்த മുകേഷ് ചേട്ടാ വെച്ചിട്ട് they say വിവാഹം മുകേഷ് ചേട്ടാ is like my brother and he feels the same with me. എന്നിട്ടാണല്ലേ അങ്ങനത്തെ കുറേ കേട്ടതൊക്കെ. I attack him. Earlier I used to get very angry and I used to get very upset. ഞാൻ കണ്ടപ്പോ it was a masala movie and so it was എന്താ പറയാ, more than me. ഞാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോ മാം പ്ലീസ് ഡോണ്ട് അക്സെപ്റ്റ് റോൾസ് ലൈക്ക് ദാറ്റ്, മാം വി കാൻറ്റ് സീ യു ലൈക്ക് ദാറ്റ്. പബ്ലിക് ആണ് ഇങ്ങനെ ഓരോ. സോ ഐ തിങ്ക് സം കുറേ അങ്ങനെ മൂവീസ് ഉണ്ട്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ യു ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, യു ഫൈറ്റ് ഫോർ ഈക്വാലിറ്റി. സൊസൈറ്റിയിലെ ഈക്വാലിറ്റി വേണമെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഈക്വൽ ആയിരിക്കണം. മോഹൻലാലിനെ പറ്റിയുള്ള ആ രഹസ്യം തുറന്നടിച്ച് ലക്ഷ്മി ഗോപാലസ്വാമി. എന്ത് രഹസ്യം ഉണ്ടാവും? ദാറ്റ് ഐ നോ ദാറ്റ് അല്ലേ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചേച്ചിയുടെ ഭ്രമരത്തിലെ ഹസ്ബൻഡ് സുരേഷ്. ഹായ് ലക്ഷ്മി, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഈ മുഖം? മറന്നുപോയിണ്ടാവും അല്ലേ? ബ്രഹ്മരത്തിലെ ഉണ്ണികൃഷ്ണൻ ഞാൻ. നമസ്കാരം, ഐ എം സുരേഷ് ബരൻ. ഓർമ്മയുണ്ടോ? ഓർമ്മ ഒന്നുമല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കോൺഗ്രാജുലേറ്റ് ചെയ്യാൻ, പ്ലസ് ഒരു ബെസ്റ്റ് വിഷസ് തരാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് സീസൺ 6 കാണുമെന്ന്, പക്ഷേ ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. പക്ഷേ എനിവേസ് വേഗം കാണണം അത്രേ പറയാനുള്ളൂ. പിന്നെ ജീവിതത്തിൽ എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കരിയറിന് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥന ചെയ്യണു. ചിലപ്പോൾ എൻ്റെ മരണം ബെറ്റർ ആയിട്ടും വിചാരിക്കണു കേട്ടോ. ഓക്കെ ലക്ഷ്മി, സി യു ടിൽ ദെൻ, സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. You remember him? Nobody's changed. I think his hairstyle has changed now. മാറിയിട്ടുണ്ട്. Yes, of course. അതെ, ഭ്രമരത്തിലെ both of us would get blasted by blessing. ഭ്രമരത്തിലെ ചേച്ചിയുടെ ഭർത്താവായിരുന്നു, ഹസ്ബൻഡ് ആയിരുന്നു. യെസ്. നിങ്ങൾ രണ്ടുപേരുടെ മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലെ? സോ ഫൺ അല്ലേ? അപ്പോ വേറെ നല്ല എന്തെങ്കിലും നല്ല മെമ്മറീസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ അദ്ദേഹവുമായിട്ടുള്ള ഷൂട്ടിംഗ് സമയത്ത്? അവൻ പാവം, അത് നല്ല മെമ്മറീസ് അല്ല പാവം. നമുക്ക് അപ്പൊ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. He just had a little baby boy, maybe 15 or 20 days. ഇയാള് ഭയങ്കര ഹോം സിക്ക് പാവം. പക്ഷെ അവർക്ക് ടൈറ്റ് ബാക്ക് ടു ബാക്ക് ഷൂട്ടിംഗ് ആൻഡ് ഇവിടെ ആൻഡ് മലയാളം ആൻഡ് ആക്ടിവിറ്റീസ് ചെയ്ത് ആക്ടിങ് ചെയ്യണം, അത് ഈസി കാര്യമല്ല. സോ ഐ റിമെമ്പർ, ബട്ട് ഐ വാസ് ദേർ വിത്ത് ഹിം ആസ് എ സപ്പോർട്ട് ഫോർ വൺ അനദർ. സോ വി യൂസ്ഡ് ടു ചാറ്റ് എ ലോട്ട്. യെസ് യെസ് ഓഫ് കോഴ്സ്. ഓക്കേ ചേച്ചി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറെ നേരമായി എവിടെയും എത്തിയിട്ടില്ല. ഓക്കെ, ലക്ഷ്മി ഗോപാലസ്വാമി വിവാഹിതയാവാൻ പോകുന്നു എന്ന വാർത്ത വർഷത്തിൽ മിനിമം 2 തവണ സോഷ്യൽ മീഡിയയിൽ തല പൊക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ഇതേ ചോദിക്കാനുള്ളൂ. ചേച്ചിനെ എങ്ങനെയെങ്കിലും ഘടിപ്പിച്ച് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടണം, ഇതാണ് എല്ലാവർക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആക്ച്വലി രണ്ടല്ല, ഒരു 3-4 പ്രാവശ്യം. അതെ, ബട്ട് എപ്പോഴും എനിക്ക് ഇത് ഭയങ്കര ഹാസ്യമായിട്ട് തോന്നി. പാവം அந்த മുകേഷ് ചേട്ടാ വെച്ചിട്ട് they say വിവാഹം മുകേഷ് ചേട്ടാ is like my brother and he feels the same with me. എന്നിട്ടാണല്ലേ അങ്ങനത്തെ കുറേ കേട്ടതൊക്കെ. I attack him. Earlier I used to get very angry and I used to get very upset. Appo now I think I'm newsworthy എന്ന് ഞാൻ അങ്ങനെ എടുക്കും. If you're not newsworthy they won't write about you അല്ലേ. and ഇതെല്ലാം മെയിൻ പ്രസ് അല്ല, മനസ്സിലായി എനിക്ക്, വേറെ which are not recognized. So
I don't care, but I know, but or some NRI businessmen. This is one of them I'm saying. Recently, ഇതാണ് ട്രെൻഡ്. Okay. ഇല്ലെങ്കിൽ ഏതോ ഒരു പേരിൽ ഞാൻ പറയും, ആരെങ്കിലും എനിക്ക് ചോദിച്ചാൽ ഞാൻ പറയും, പ്ലീസ് എനിക്ക് പറയൂ ആരാണ് ഇപ്പത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിൽ ആരുടെ പേരിലാണ് കൂടെ വന്നിരിക്കുന്നത് എന്നല്ലേ? ഓക്കെ, ശരി, ഞാൻ ഓവർ ടു നെക്സ്റ്റ് ചോദ്യത്തിലേക്ക്. ആ സിനിമ ചെയ്തത് അത്ര നല്ല തീരുമാനമായിരുന്നില്ല. ആ സിനിമ ചെയ്തത് അത്ര നല്ല തീരുമാനമായിരുന്നില്ല. അതെ, ചേച്ചി അങ്ങനെ പറഞ്ഞതും ഞാനും ഒന്ന് കേട്ടിട്ടുണ്ട്. ഏതായിരുന്നു ആ മൂവി? ബോയ്ഫ്രണ്ട്. യെസ്. അതെന്തുകൊണ്ടാ ചേച്ചി? വിനയൻ സാറിന്റെ ഒരു മൂവി ആയിരുന്നു. ബിക്കോസ് ഇത് ആക്ച്വലി ആസ് എൻ ആക്ടർ എനിക്ക് ഒരു വിധത്തിൽ നന്നായിരുന്നു. കാരണം ഇറ്റ് ഗോട്ട് മീ ഫ്രീ ടു എന്താ പറയാ, കോൺഷ്യസ്നെസ് പോയ ഒരു എന്താ പറയാ പൊട്ടിക്കരച്ചാൽ അതെല്ലാം ഇതുവരെയ്ക്കും ഞാൻ ചെയ്തില്ലായിരുന്നു. സോ ഈ മൂവിയില് അങ്ങനെ ഒരു വന്നപ്പോ സെൽഫ് കോൺഷ്യസ് ആയിരുന്നു ഞാൻ, അതെല്ലാം പോയി. സോ ദാറ്റ് വേ ഇറ്റ് വാസ് ഗുഡ്. ബട്ട് ഐ വാസ് ടു യങ് ടു പ്ലേ ദാറ്റ്. എന്റെ എന്താ പറയാ, എന്റെ ഇമാജിനേഷൻ ഈ ക്യാരക്ടർ വേറെ ആയിരുന്നു. അപ്പൊ ഞാൻ സിനിമ കണ്ടപ്പോ അത് ബ്ലേമിംഗ് അല്ല, ബ്ലേമിംഗ് ഒറ്റ. അപ്പൊ ഇത്രയും വലിയൊരു ഇത്ര പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അസ്തിത്വ. അപ്പോ തബു had played a role, like a real role like this, and I thought angane this was based on a true story about a lady who fights harassment in the office. അങ്ങനത്തെ ഏതോ ഒരു അങ്ങനെ ഒരു സ്റ്റോറിയാണ്. സോ ഐ ഗോട്ട് ഓൾ എക്സൈറ്റഡ്. ഐ തോട്ട്, ഓ, യു നോ, ആ ഒരു ഇംപ്രഷനിലാണ് ചേച്ചി ഫൈറ്റർ. ബട്ട് ഞാൻ കണ്ടപ്പോ ഇറ്റ് വാസ് എ മസാല മൂവി. ആൻഡ് സോ ഇറ്റ് വാസ് എന്താ പറയാ, മോർ ദാൻ മീ. ഞാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോ, മാം പ്ലീസ് ഡോണ്ട് അക്സെപ്റ്റ് റോൾസ് ലൈക്ക് ദാറ്റ്, മാം വി കാൺട്ട് സീ യു ലൈക്ക് ദാറ്റ്. പബ്ലിക് ആണ് ഇങ്ങനെ ഓരോ. സോ ഐ തിങ്ക് സം കൊറേ അങ്ങനെ മൂവീസ് ഉണ്ട്. ഇതൊരു I feel that one more movie, Naughty Professor, was not good for me. Okay. Avarella blame China. Maybe it's a good, okay movie, but yenike see namakku doubt undengil namukku we should not just to say image change adeda. If you should be honest to yourself. Okay, sure. സംഘടനയിലും സമൂഹത്തിലും സ്ത്രീകൾക്ക് സമത്വം നിർബന്ധമാണെന്ന് മനസ്സു പറയുന്നു. അതായത് ഇപ്പൊ സംഘടന എന്തെങ്കിലും ഇതേപോലത്തെ അസോസിയേഷൻ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണെങ്കിലും സ്ത്രീകൾക്ക് എപ്പോഴും ഇക്വാലിറ്റി, അതാണ് സമത്വം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, നിർബന്ധമാണ് എന്ന് മനസ്സു പറയുന്നു. ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് അല്ലേ. ഇപ്പൊ എല്ലാരും ഇത് ഞാൻ ഒരു കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ കുറെ സ്ത്രീകൾ എനിക്ക് പറയും, ഓ എന്താ അറിയാമോ മാഡം, ഞങ്ങള് we support women but we are not feminists. എങ്ങനെ പറയും? ഞാൻ പറയും, and in fact the great Helen Miller, the great actor, പറഞ്ഞിട്ടുണ്ട്, we all have to be feminists. Feminism എന്ന് പറഞ്ഞാൽ ആന്റി മെൻ അല്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ you fight for justice, you fight for equality. സൊസൈറ്റിയിലെ ഈക്വാലിറ്റി വേണമെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഈക്വൽ ആയിരിക്കണം. And ഇത് very pay than just I'm not talking about pay, but in decision making. ഒരു ഇപ്പൊ ഒരു വീട്ടിലെ ഹൗസ് വൈഫ് ആയിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു വലിയ ജോലിയാണ്. എല്ലാരും പറയുമ്പോ ഐ എം ജസ്റ്റ് എ ഹൗസ് വൈഫ്, ഐ സേ നെവർ സേ ജസ്റ്റ്. ഇതൊരു 24/7 ഡ്യൂട്ടി ആണ്. ആൻഡ് ഇപ്പൊ മോർ ആൻഡ് മോർ ഐ കീപ് തിങ്കിങ് ഓഫ് മൈ അമ്മ, ഓൾസോ ഹൗ ഡിഡ് ഷി ഡു ഓൾ ദിസ് ടുഗദർ റേസിംഗ് ചിൽഡ്രൻ. ഞാൻ പറയുന്നില്ല, ഗെറ്റിംഗ് ബാക്ക് ടു ദാറ്റ് പോയിന്റ്, യു ആർ നോട്ട് ജസ്റ്റ് എ ഹൗസ് വൈഫ്, ബട്ട് how much decision making power undo unukku? Many have, but many you have to, just because you don't earn money, aren't you not equal? Family illa inganenta karyangal, that is feminism only, alle. And so I feel feminism is most important for social progress. Other മസ്റ്റായിട്ട് വേണം. ഓക്കെ, പെട്ടെന്ന് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അതൊരു നെഗറ്റീവ് വേർഡ് ആണ്, അതിനെന്തോ ഇതുപോലെയാണ്. ഫെമിനിസമിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ വയ്യാതെ. ഓക്കെ, പ്രായത്തിനൊത്ത വേഷം കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു. ചേച്ചിയുടെ ഏജ്, നമ്മുടെ ഏജിനൊത്ത ക്യാരക്ടർ എപ്പോഴും നമുക്ക് കിട്ടണമെന്നുള്ളത് ചേച്ചി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന്. യെസ്, വിച്ച് ഈസ് ട്രൂ അല്ലേ? യു സെഡ് ഇറ്റ് ഓൾറെഡി. യെസ്, ഓഫ് കോഴ്സ്. ആൻഡ് ഇന്റലിജന്റ് ക്യാരക്ടേഴ്സ് for your age, you can even play, or what do you say, for example, you falling in love with a guy 7 years younger than you,
why don't we have more stories like that? Right? Why does it be that heroine in a parnale prime of the youth? Right? And ipo kore varunundu even earlier. അതെ It has been coming. I'm not saying it's cheyidilla. Adillengil, why not? Like I'm 52 now, and I'm in the best part of my life. Satyam, your sense of oru endha parayam, oru balance kittum life le. You know, you don't have so many years like you thought you had, so you want to make good use of your time. And life in a paranyale just a career, just societal expectations alla. I've never been about that anyway. So why not talk? And ipo actually many are coming, so many books have been written about like 50s is the new 30s. You know, everybody is getting fit. So I feel oro age la magic undavum. So explore that instead of making them, because chele place le ipo ende or age group le endha cheyanam arilla. They want to make a hero's mother, heroine's mom, or sister, or some other auntie. ഓക്കെ Why can't you have nice roles? But ipo nanga കാണണ്ടല്ലോ ഇപ്പൊ ഉർവശി ചേച്ചി അതെ എന്തൊക്കെയാ ചെയ്യണേ ചേച്ചി ബട്ട് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേച്ചി ഇതുവരേക്കും എത്ര ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ചെയ്ത ഒരു ക്യാരക്ടേഴ്സിലും ചേച്ചി അങ്ങനെ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, ഒരു ശരിക്കും ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ചേച്ചിക്ക് എനിക്ക് കുറച്ച് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ യു ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഇനിയും not in Malayalam, which I've done a lot of movies ഇവിടെ തീർച്ചയായിട്ടും അല്ലേ, ഇപ്പോഴും യു ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ഇനിയും ചേച്ചിക്ക് നന്നായിട്ട് അല്ലേ, അത് എങ്ങനത്തേതായിരിക്കും? അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്നായിരിക്കും, അല്ലെങ്കിൽ ചെയ്താൽ എന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരു സെൻട്രൽ ക്യാരക്ടർ, why not? ഓക്കെ Right. Instead of pushing you to the I did a movie kannadathile. Of course ഈ ആർട്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട്, but അത് കുറെ ആൾക്കാർ കാണാറില്ല. അത് ഒരു ആക്ച്വലി വേസ്റ്റ്. ബട്ട് ഇപ്പോ തനിയെ എവിടെ ചെയ്തത് പഴയ കുറെ മുമ്പ് I did a movie a few years back. ഇപ്പോ കന്നഡത്തിലെ ഒരു മൂവി ചെയ്തു. വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈൻ വിത്ത് രവിചന്ദ്രൻ, വലിയ സൂപ്പർ സ്റ്റാർ ആണ് കന്നഡത്തിലെ. അബൌട്ട് two lawyers and equally proficient lawyers. I played a lawyer opposite the hero. Oh, okay. And the first half was fully there, and avaru oru case win cheyum, and I lose the case. My client is innocent, but he manages to frame him. പക്ഷേ ഇത് ശേഷം അവർക്കൊരു കുറ്റം തോന്നുന്നുണ്ട്. And how with another case he opens this case and gets that guy out of jail. Okay. So but then this was a very nice role where I played a professional, challenging him. Kore എന്താ പറയാം, മലയാളത്തിലുണ്ട്, ബട്ട് എനിക്ക് സമയം അത്ര വന്നിട്ടില്ല. അമ്മ വേഷങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ മനസ്സ് മടിച്ചിട്ടുണ്ട്, അതെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി വേദനിക്കുന്ന അമ്മ കരച്ചിലും ഈ ഒരുമാതിരി കരയണോ സാഡ് ആയിട്ടുള്ള വിഷമങ്ങൾ മാത്രം, നല്ല ഹാപ്പി മാഡം വെരി ഇമ്പോർട്ടന്റ് അമ്മയാണ്. അമ്മയുടെ ജോലി എന്താ? ഇല്ല, ആ കുട്ടി ആ അമ്മ നല്ല വീട്ടമാണ്, അവര് വേദനിക്കുന്ന ഒരു പാവം. നോ വേദന ഇനി വേണ്ട, ഇനി നമുക്ക് നല്ല പാവം. അതെ, അത് എല്ലാരും മനസ്സിലാക്കണം. ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി ചേച്ചി. സോ ഫ്രീക്കിംഗ് അമ്മ അല്ലേ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് ചേച്ചി. മോസ്റ്റ് വെൽക്കം. നമ്മളിപ്പോ സംസാരിച്ചപ്പോ ചേച്ചി പറഞ്ഞു ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവിയിൽ അത് ചേച്ചി ചെയ്തത് ചേച്ചിക്ക് അത് ശരിയായെന്ന് തോന്നുന്നില്ല, അത് വേണ്ടിയിരുന്നില്ല എന്നിപ്പം ചേച്ചി വിചാരിക്കുന്നു എന്ന്. അപ്പോ അത് എയർപോർട്ടിൽ പോയപ്പം ചില പബ്ലിക് വന്നിട്ട് പറഞ്ഞു ആ റോൾ ചെയ്യണ്ടായിരുന്നു ലക്ഷ്മി, ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, അങ്ങനത്തെ ടൈപ്പ് ഇനി റോളുകൾ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു എന്ന്. പക്ഷേ ഈ ജനങ്ങൾ പബ്ലിക്കിന് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ഒരു പക്ഷെ ചേച്ചി മീറ്റ് ചെയ്ത ഒരാൾക്ക് അത് ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ വേറൊരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ലക്ഷ്മി നീ എത്ര മനോഹരമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്, നീ ഇനിയും അങ്ങനത്തെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് പറയുന്ന ആളിൽ നിന്നും ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ഓരോന്നായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ജനങ്ങളുടെ
പബ്ലിക്കിന്റെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പീപ്പിൾസ് ചോയ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിലേക്ക്. അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറൊരു സന്തോഷമായിട്ടുള്ള വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ ചാനലിൽ പുതിയതായിട്ട് നമ്മളൊരു ഷോ ഇപ്പൊ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആ ഷോയുടെ കംപ്ലീറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ഈ ഒരു പീപ്പിൾസ് ചോയ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ എത്താം. ആ ഒരു ലോഞ്ചിങ് കാര്യങ്ങൾ ചേച്ചി തന്നെ ചെയ്യണം. ഇന്നിപ്പോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോവാണ്. യെസ്, ഇറ്റ്സ് എ ന്യൂ ഷോ. അത് വരെയാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പീപ്പിൾസ് ചോയ്സിലേക്ക് പോകാം. ഇതിൽ എന്താന്ന് വെച്ചാൽ ചേച്ചി ചെയ്യേണ്ടത്, ഇപ്പം ചേച്ചി എയർപോർട്ടിലൂടെ പോകുന്നു, പുറത്തേക്കൊക്കെ പോകുന്നു, കുറെ നമ്മുടെ ഇതേപോലത്തെ പബ്ലിക്കായിട്ട് കാണുന്നു, അവരുടെ പൾസ് മനസ്സിലാക്കുന്നു, ചേച്ചി ചെയ്ത മൂവി ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന്. ഒരുപക്ഷെ ചേച്ചിക്ക് അത് ഇഷ്ടമുണ്ടാവിരിക്കാം, പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമുണ്ടാവില്ലായിരിക്കാം. അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്നത്, ചേച്ചിയുടെ സെൽഫ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയരുത്. വാട്ട് യു തിങ്ക് അബൌട്ട് മറ്റുള്ളവർ എന്തായിരിക്കും അതിന് പറയുന്നുണ്ടാവുക, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് വേണം ചേച്ചി ഇതിന് ആൻസർ ചെയ്യാൻ. ക്ലിയർ? ഓക്കെ. പബ്ലിക് എന്തായിരിക്കും ഇതിനെ കുറിച്ച് പറയുന്നുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പീപ്പിൾസ് ചോയ്സിലേക്ക് പോകുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരാളെ വിളിച്ച് ചോദിക്കും. റാൻഡംലി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് ഇതേ ചോദ്യം തന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും. അവരും പറയുന്നത് സെയിം ആൻസർ ആണോ എന്ന് നമുക്ക് അപ്പൊ ടാലി ചെയ്ത് നോക്കാം. അപ്പൊ ചേച്ചിക്ക് എത്രത്തോളം പബ്ലിക്കിന്റെ ആ ഒരു പൾസ് അറിയാൻ പറ്റുന്നുണ്ട്. കമോൺ, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഫൺ. ഓക്കെ, ലക്ഷ്മി ഗോപാലസ്വാമി ചെയ്ത കഥാപാത്രങ്ങളിൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയി മാറിയത് ഏത്? ചേച്ചിക്ക് തോന്നുന്നത് പബ്ലിക് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട മൂവി ഏതെന്നായിരിക്കും പറയാ? ഒരെണ്ണം പറയൂ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഓക്കെ, ലക്ഷ്മി അഭിനയിക്കുന്ന ഗാനരംഗങ്ങളിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സോങ്, പാട്ട് ഏതാണ്? ഏതായിരിക്കും ചേച്ചിക്ക്? ശലഭം. ശലഭം വഴിമാറും. ഓ, ബ്യൂട്ടിഫുൾ സോങ് ആണത്. അടുത്തത്, ലക്ഷ്മി ഗോപാലസ്വാമി ഏത് താരത്തിന്റെ നായികയായി അഭിനയിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? മോഹൻലാൽ. ഓക്കെ. ലക്ഷ്മി ഗോപാലസ്വാമി ഏത് വേഷത്തിൽ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഇങ്ങനെ എന്താ പറയാ, ഗുഡ് ഗേൾ ആയിട്ട്. നെക്സ്റ്റ് ഡോർ. ഓക്കെ. അപ്പൊ അത് ഏത് കോസ്റ്റ്യൂം എന്നാണ്, പെർട്ടിക്കുലർ ആയിട്ട് ഏത് കോസ്റ്റ്യൂം എന്നാണെന്ന്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? സാരിയോ ചുരിദാർ? അല്ലേ, എല്ലാവർക്കും സാരി. ഓക്കെ, അപ്പൊ ഞാൻ സാരി, നമ്മുടെ നാടൻ വേഷം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാനിപ്പോ ഒരാളെ കണക്ട് ചെയ്യാണ് കേട്ടോ. ചന്ദ്രിക എന്ന് പറഞ്ഞ ഒരാളെയാണ് ഞാനിപ്പോ വിളിക്കാൻ പോണത്. ഓക്കെ, ചന്ദ്രിക ചേച്ചിയാണോ? നമുക്ക് ചോദിക്കാം എന്താണ് പുള്ളി പറയണെന്ന്. എടുത്തു. ഹലോ, ചന്ദ്രിക ചേച്ചിയാണോ? ഞാൻ രമ്യാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് വിളിക്കാണ്. എന്റെ കൂടെ ലക്ഷ്മി ചേച്ചി ഉണ്ട്, ലക്ഷ്മി ഗോപാലസ്വാമി. കാണാറുണ്ടോ? ലക്ഷ്മി ചേച്ചിയുടെ മൂവീസ് കാണാറുണ്ടോ? ആണോ? ഇഷ്ടാണോ ചേച്ചിയുടെ ഡാൻസും മൂവിയൊക്കെ? ഓക്കെ, അപ്പൊ ഞാൻ ലക്ഷ്മി ചേച്ചിനെ ബേസ് ചെയ്തിട്ട് ഒരു 3-4 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഒന്ന്, ചന്ദ്ര ചേച്ചിക്ക് എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നതെന്ന് വെച്ചാൽ പറയണം. ഓക്കെ. ലക്ഷ്മി ഗോപാലസ്വാമി ചെയ്ത കഥാപാത്രങ്ങളിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഫേവറേറ്റ് ആയി മാറിയത് ഏതാണ്? ഏത് ക്യാരക്ടറാണ്? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതാണോ കൂടുതൽ ഇഷ്ടം? അപ്പം ചേച്ചി പറഞ്ഞത് കറക്റ്റ്. ഓക്കെ, അടുത്തത്, ലക്ഷ്മി ചേച്ചി അഭിനയിക്കുന്ന ഗാനരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് പാട്ടാണ്, ഏത് ഗാനമാണ്? പാട്ട് അത് ഈ സിനിമയിൽ തന്നെ ഉള്ളതാണ്. ഒരു നന്നായി ഘനശ്യാമാണോ? അല്ല, ഒരു കോടമഞ്ഞിൻ. ഓക്കെ ഓക്കെ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ കോടമഞ്ഞിൻ. ഓക്കെ, അപ്പൊ അത് ചേച്ചിയുടെ ആൻസർ തെറ്റിപ്പോയി. ഓക്കെ, അടുത്തത്, എന്തോ ആ ഒരു പാട്ട് അഭിനയമൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ലക്ഷ്മി ചേച്ചിയുടെ ആരുടെ കൂടെ അഭിനയിക്കുന്നതാണ്, ഏത് താരത്തിന്റെ കൂടെ അഭിനയിക്കുന്നത് കാണാനാണ് കൂടുതൽ ഇഷ്ടം? നമ്മുടെ മോഹൻലാലിന്റെ കൂടെ. ഓക്കെ, യു സെഡ് ഇറ്റ്. ആണല്ലേ? ഓക്കെ. ശരി ശരി. ഓക്കെ, ഇനി ഒരേ ഒരു ചോദ്യം കൂടെ, ലക്ഷ്മി ചേച്ചിന് ഏത് വേഷത്തിൽ കാണാനാണ് കൂടുതൽ ഇഷ്ടം?
എല്ലാ വേഷവും നല്ലതാണ്. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ കേരളീയമായിട്ടുള്ള സാരി കൊടുക്കണം. സാരി സെറ്റും ഉണ്ട് അല്ലേ? ഓ ഓക്കെ ഓക്കെ ചേച്ചി, എന്റെ കൂടെ ഇവിടെ ലക്ഷ്മി ചേച്ചി ഉണ്ട്. ചേച്ചി പറയണതെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം കേൾക്കുന്നുണ്ട്. അന്വേഷണം. നമസ്കാരം മാഡം, നമസ്കാരം. ചേച്ചി ഒരു അമ്മ എനിക്ക് അറിയില്ല ഈ ഫോണില്. നമസ്കാരം ചന്ദ്രിക അമ്മക്ക് നമസ്കാരം. അപ്പൊ ശരി കേട്ടോ, ഞാൻ വിളിക്കാം. സന്തോഷം. ചോദിച്ചോളൂ. എന്താ പരിപാടി? പരിപാടി എഴുതുന്നുണ്ടല്ലോ. ഉണ്ട് പരിപാടി. ശരി ശരി. ഓക്കെ ചേച്ചി, താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രോഗ്രാംസ് എല്ലാം കാണൂ. പറഞ്ഞേക്കാം. ഓക്കെ, ശരി ശരി. ഓക്കെ ചേച്ചി, ബൈ. താങ്ക് യു. നമ്മുടെ ചാനലിലെ വേറെ പ്രോഗ്രാം അതിനെ കുറിച്ചാ പറഞ്ഞത്, വേറെ ഷോയും അവർക്ക് അറിയില്ലായിരുന്നു എന്ത് ചോദ്യങ്ങളെല്ലാം. ഇല്ല ഒന്നും അറിയില്ല. ഇതിപ്പോ അപ്പൊ ചേച്ചി പറഞ്ഞതിനകത്ത് ഒരു ആൻസർ തെറ്റിയിട്ടുള്ളൂ. അതെ, ആ പാട്ട്. അത് പിന്നെ ചേച്ചി പറഞ്ഞ പാട്ടും നല്ലതാണ്, അവര് പറഞ്ഞ അതും അതെ. പബ്ലിക്കിന് ഒരുപാട് ഇൻസ്റ്റാല് കൊറേ ഈ എല്ലാരും ഈ പാട്ട് പാടിട്ട് എന്നെ ടാഗ് ചെയ്യും. ആണല്ലേ? അത് നല്ല ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ പുതിയതായിട്ട് നമ്മുടെ ഇപ്പൊ ഒരുപാട് ഷോസ് ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ. അതിലിപ്പോ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ഇനി പുതിയൊരു ഷോയും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ലോഞ്ചിലേക്ക് പോവാം. അതിനായിട്ട് ആ ഷോ ആങ്കർ ചെയ്യാൻ പോകുന്ന ഒരാളുണ്ട്. അത് ആരാന്ന് ഞാൻ ആ ആളെ വിളിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, നമസ്കാരം. ഹായ്. ഇത് കെന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാമാണ് ഇപ്പൊ കെന്ന. എന്ന് വെച്ചാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഓൺ ചെയ്തിരിക്കുന്നത് ഷാൽബിൻ എന്ന് പറഞ്ഞ ഒരാളുടെയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് നമ്മുടെ കമ്പനി ചാനൽ തന്നെ. ഹി ഓൺസ് CEO, നമ്മുടെ കമ്പനിയുടെ MD എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയാണ് കെന്ന. ജസ്റ്റ് ന്യൂലി മാരീഡ് ആണ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ കെന്നയാണ് ഇനിയിപ്പോ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും. കെന്നെ പറഞ്ഞല്ലേ കന്നഡത്തിലെ കെന്നെ പറഞ്ഞാല് ചീക്സ് ആണ്. ആണോ? ചീക്സ് എന്നാണോ എന്റെ മെയിൻ? ആണോ? കെന്നെ. ഓക്കെ. ഇവരുടെ കല്യാണമൊക്കെ നമ്മുടെ ചാനലിലൊക്കെ എന്താ പറയാ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടാ പോയിരുന്നത്. കല്യാണമൊക്കെ നമ്മുടെ ചാനലിനകത്തൊക്കെ വന്നിരുന്നു. ഭയങ്കര വൈറലായിരുന്നു ഇവരുടെ കല്യാണത്തിന്റെ ആ എപ്പിസോഡ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തപ്പം അത് കുറെ പേര് വന്നു. സുരേഷ് ഏട്ടൻ വന്നിരുന്നു, ശ്വേത ചേച്ചി വന്നിരുന്നു, കുറെ പേര് വന്നിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, ഞാൻ ചേച്ചിക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഒരു ഐഡിയ കിട്ടും. കല്യാണം കല്യാണ റിസപ്ഷൻ. ശ്വേത ചേച്ചി ഞാൻ സിന്ദൂരിട്ട് തന്നപ്പോ താങ്ക് യു പറയായിരുന്നു. അതെന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഇതിൽ കാണുമ്പോ താങ്ക് യു പറയണോ? ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഇനി പുതിയൊരു ഷോ വരവാണ്. അപ്പൊ ഈ ഷോയിനെ കുറിച്ച് ആദ്യം കെന്ന തന്നെ പറയൂ. കെന്ന ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ ഷോ എന്താണ്? ഈ സ്പെഷ്യൽ ഷോ ആക്ച്വലി ഞാൻ ആങ്കറിങ് എന്നൊരു ഫീൽഡിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് 6 years ആയി. ഇവന്റ് ഹോസ്റ്റ് ആണ്, ഇവന്റിലൂടെയാണ് വന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു. പക്ഷെ നേരത്തെ ചെയ്തതൊന്നും നമ്മുടെ ഈ ചാനലിലായിരുന്നില്ല, വേറെ ചാനലിന് വേണ്ടിട്ട്. പിന്നെ ഇവന്റ്സും കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഈ ചാനലിലേക്ക് വരുന്നത്. പക്ഷെ ഭയങ്കര ടെൻഷൻ, എന്താന്ന് അറിയത്തില്ല. ഒരുപാട് ബർഡൻസ് ഒക്കെ വരുന്നോണ്ടാണോ എന്ന് അറിയത്തില്ല. ഒരുപാട് ഉത്തരവാദിത്തം. ടെൻഷൻ ഒന്നും വേണ്ട, നല്ല കൂൾ ആയിട്ട് പറയൂ.
ഇതാണോന്ന് അറിയത്തില്ല, പക്ഷെ ഇപ്പൊ ഓക്കെ ആണ്. ആൻഡ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഷോയാണ്. ആൻഡ് ഫൈനലി അത് നടക്കാൻ പോകുന്നു അറിയുമ്പോ എന്താണ് ആ ഷോ? അത് വലിയ സംഭവം ഒന്നല്ല, എന്റേതായ രീതിയിലുള്ള അല്ലെങ്കിൽ എന്റെ ക്യാരക്ടറിനോട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു കുട്ടി ഷോയാണ്. അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് റിലാക്സ്ഡ് ആയിട്ട് അവരുടെ ഡ്രീംസും അവരുടെ ആഗ്രഹങ്ങളും അവർ വന്ന വഴികളൊക്കെ നല്ല കൂളായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ആൻഡ് എനിക്ക് മോറോവർ അവരായിട്ട് നല്ലോണം സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു കുട്ടി സ്മോൾ ഷോ. അപ്പൊ ഈ ചെറിയൊരു കുട്ടി ഷോയുടെ പേരെന്താണ്? വേണ്ട, പേരവിടെ നിൽക്കട്ടെ. ആ പേരെന്താണെന്നുള്ളത് നമുക്ക് ലക്ഷ്മി ചേച്ചിനെയും കൊണ്ട് നമുക്ക് ആ ഒരു ഷോ അതിന്റെ ജസ്റ്റ് അതൊന്ന് റിവീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് മൈൽ സ്റ്റോണിൽ വരുന്ന ആ ഒരു പ്രോഗ്രാം നമുക്കത് എന്താണെന്ന് നോക്കാം. ചേച്ചി ഇതൊന്ന് റിവീൽ ചെയ്യൂ. എന്തൊരു ഭാഗ്യം നോക്കിക്കേ കെന്നയ്ക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല ഈ ചാനലിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഭാഗ്യം. കെന്ന വന്നപ്പം അതൊരു മുതലാളി വന്നപ്പോ കറക്റ്റ് ആയിട്ട് ലക്ഷ്മി ചേച്ചിനെ പോലെ ഒരാള് വന്ന് അതാ ഷോയുടെ കറക്റ്റ് ഞാൻ ചെയ്തു തരാം. അവിടെ അല്ല, ഇവിടെ ഇത് വരും. ഇവിടെ ഓക്കെ. എല്ലാരും കൂളായിട്ട് വരട്ടെ, കൂളായിട്ട് ഫണ്ണായിട്ട്. നോട്ട് ഓൺലി ദാറ്റ്, എല്ലാവർക്കും അവരോട് എന്താ പറയാം, ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ഫൺ ഷോ എന്ന് വെച്ചാല് ഇറ്റ് ഷുഡ് ഓൾസോ ഹാവ് സം ടേക്ക് ബാക്ക് ക്വാളിറ്റി അല്ലേ? അതാണ്, that's the beauty. All the best. Thank you so much. അപ്പൊ എന്തായാലും നമ്മുടെ ഇതിന്റെ വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊമോയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. ആ പ്രൊമോയും കൂടെ ഒന്ന് കാണട്ടെ ഞങ്ങള്. ഈ തണ്ണിമത്തൻ ജ്യൂസ് ഇതിന് നമ്മുടെ ദാഹം അകറ്റാൻ കഴിഞ്ഞേക്കും. ഈ ബർഗർ ഇതിന് നമ്മുടെ വിശപ്പ് അകറ്റാൻ കഴിഞ്ഞേക്കും. വ്യത്യസ്തമായ ഫുഡ്, വ്യത്യസ്തമായ ഡ്രിങ്ക്സ്, ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഷോകളിലൂടെയാണ് നിങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ കണ്ടിട്ടുള്ളത്. കളർഫുൾ സ്റ്റോറീസ്, അങ്ങനെ പറ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ, ഹോട്ട് സീറ്റ് ആൻഡ് മെനി മോർ. ആ കൂട്ടത്തിലേക്ക് ഒരു പുതുപുത്തൻ ഷോയും കൂടെ കടന്നു വരികയാണ്. നിങ്ങളെ കുടുകുട ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ദ കെന്ന ഷോ. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. ഓക്കെ, കൊള്ളാലോ കെന്ന. ഈ ഷോയുടെ വേറെ കുറെ പ്രത്യേകത എന്ന് വെച്ചാൽ ചേച്ചി, ഇതിനകത്ത് ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഇതേപോലെ ഓഡിയൻസിന് സമ്മാനം കിട്ടുന്നത്. അതായത് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ഷോ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഓഡിയൻസിനെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാണ് നമ്മുടെ ഈ ഷോ, ഈ കെന്ന ഷോ ഇവര് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയോ എങ്ങനെയോ അതൊക്കെ പ്ലാനിങ് ആയി വരുന്നതേ ഉള്ളൂ. എനിക്കും അത്ര ക്ലിയർ പിക്ചർ ഇല്ല. അപ്പൊ അങ്ങനെ പബ്ലിക്കിനും ഓഡിയൻസിനും എന്തൊക്കെയോ ഗിഫ്റ്റ് ഇവര് കൊടുക്കും. പിന്നെ സെലിബ്രിറ്റീസുമായിട്ട് ഇഷ്ടപ്പെട്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഓഡിയൻസിലേക്ക് എത്തിക്കുക, അങ്ങനത്തെ എന്തൊക്കെയോ എല്ലാരെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഷോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും കെന്ന ഇങ്ങനെ ഭയങ്കര ഒരു ഇൻട്രൊഡക്ഷനും ഭയങ്കര പഞ്ചും സംഭവം ഒക്കെ ചെയ്തിട്ടാണ് കെന്ന നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുന്നത്. ഈ ആഴ്ച ഷൂട്ടും തുടങ്ങും അല്ലേ? അപ്പൊ ഇനി ഇത്രയും ഞങ്ങളൊക്കെ ഇനി എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ വെയിറ്റിംഗ് ആയിരിക്കും, എന്തായിരിക്കും ഇത് സംഭവം എന്നുള്ളത്. അപ്പൊ എല്ലാരും ഇങ്ങനെ എന്താണ് നടക്കുന്നത്. അപ്പൊ ആരാണ് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യാൻ പോണത്? ഫസ്റ്റ് ഗസ്റ്റ് ആരാണ്? അതൊക്കെ സർപ്രൈസ് ആണോ? പറയൂല. ഓക്കെ, അപ്പൊ ഞങ്ങൾ കാത്തിരുന്ന് കാണാം അതെന്താണെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് പോകും. ഓക്കെ, ജസ്റ്റ് ക്യാരി ഓൺ. അപ്പൊ താങ്ക് യു സോ മച്ച് കെന്ന ആൻഡ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഡെഫിനറ്റ്ലി കാണാം. ഓക്കെ, താങ്ക് യു. All the best. Thank you so much. All the best. Thank you. ഇനി ഇത് നമ്മുടെ ഇപ്പൊ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചിയുടെ ഇന്റർവ്യൂസ് കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിയെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 2-3 years ആയിട്ടോ അല്ലെങ്കിൽ ഒരു മേ ബി ഒരു 5 years ഒക്കെ ആയിട്ട് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കിംവദന്തികൾ, കുറച്ച് ഗോസിപ്സുകളും കുറെ ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. ലെറ്റ് സ്റ്റോപ്പ് ദിസ്. ഇപ്പൊ ചേച്ചി അതിനൊരു ആൻസർ കൊടുത്ത് നമുക്ക് അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു ഇന്റർവ്യൂ തന്നെ കൊടുത്തിട്ടും കുറച്ച് വർഷങ്ങളായി. അപ്പോൾ അതിന് വർഷങ്ങൾക്ക് ശേഷം ചേച്ചി വരുമ്പോൾ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസിന് നല്ലൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിന്റെ പേര് സ്റ്റോപ്പ് ദിസ് ന്യൂസ് എന്നാണ്. ഓക്കെ, ഇനി മുതൽ ആരും ഇതിനെ കുറിച്ച് പറയരുത്. അപ്പൊ അതിനനുസരിച്ചുള്ള മറുപടി ചേച്ചി കൊടുത്തോണം. ഫസ്റ്റ് വൺ, നടൻ മുകേഷുമായി വിവാഹം കഴിക്കുന്നു, ഒടുവിൽ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ ലക്ഷ്മി ഗോപാലസ്വാമി. ഇങ്ങനെയൊക്കെയാണ് ന്യൂസ് കാണുന്നത്, ഹെഡ്ലൈൻസ് കാണുന്നതാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും കാണുന്നത്. സോ യു ജസ്റ്റ് ചേച്ചി അത് ബ്രേക്ക് ചെയ്ത് അത് എന്നെ കുറിച്ച് അത് പറഞ്ഞങ്ങ് നിർത്തിക്കോളാം. ഇത് എനിക്ക് എന്താ പറയാം, ഒരു ആശ്ചര്യം, അത്ഭുതം, ബേസ്ലെസ്.
ഇനി ടൈം വേസ്റ്റ് ചെയ്യരുത് ഇങ്ങനെ പ്ലീസ്. ആൻഡ് എനിക്ക് ഐ ഹാവ് സച്ച് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് with Mukesh Etan, like with Jagdish Etan, like with Suresh Gopi, like with Jairam, like with Laletan, like with Mamukal, like with anybody else. So please don't end up put poison into all this. Is what I'd like to say. ഓക്കെ, അടുത്തത് ഡാൻസ് വേഷങ്ങൾ ഇനി വേണ്ട, ലക്ഷ്മി ഗോപാലസ്വാമി എന്നാണ് അടുത്ത ഇത് കാണുന്നത്. അതുണ്ടെങ്കിലും നമുക്ക് വേറെ കുറേ ക്യാരക്ടേഴ്സ് അതിലെ വേറെ ആക്ടിങ് പൊട്ടൻഷ്യൽ വരണം. ജസ്റ്റ് ബിക്കോസ് ഞാൻ ഡാൻസ് പഠിച്ചാൽ ഡാൻസർ ആയതുകൊണ്ട് എല്ലാ മൂവിലും ഡാൻസ് ചെയ്യിപ്പിക്കുക, ദാറ്റ് ഈസ് എ ബോർ അല്ലെ? അത് വേറെ ഇത് വേറെ. ഓക്കെ, വിവാഹേതര ബന്ധങ്ങളും സിനിമയിൽ കാണിക്കാമെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി. എന്താ വിവാഹേതര ബന്ധങ്ങളും, അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും വേറെ റിലേഷനും കാര്യങ്ങളും എല്ലാം സിനിമയിൽ കാണിക്കാമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു എന്ന് ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ നോക്കൂ എവിടുന്ന് എന്തൊക്കെയാണ്. ഇതല്ലേ I mean, if the story, so many stories talk about this or extramarital relationship, yeah, that happens. So many talk about it, but അതെപ്പറ്റി ചെയ്യണം, അതെപ്പറ്റി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം ലിറ്ററേച്ചർ, ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ബ്യൂട്ടിഫുൾ ദ സ്റ്റോറി ഈസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ അങ്ങനെയല്ല ജൂവനൈലായിട്ട് പറയുന്നില്ല. ഇത് ചെയ്യണം, ഇത് ചെയ്യக்கூടാതെ I will not say. We're all students of life and literature, അല്ലേ? ഓക്കെ, അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ താമസിച്ചു പോയി. ആരാണ് ഈ അദ്ദേഹം? ആരാണ്? എന്താണ്? ആരായി അദ്ദേഹം? ആരെയായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഞാൻ ഇങ്ങനെ പറയുന്നേ ഇല്ല. താമസിച്ചിട്ട് പോയി, ഇതെല്ലാം എന്റെ റഡാറിലേ ഇല്ല ഇങ്ങനത്തെ ചിന്തകൾ. Everybody has their own life. And ഇത് ആരെ പറ്റി ഇവർ ഇങ്ങനെ പറയുന്നത് അറിഞ്ഞൂടാ. ഓക്കെ, മലയാളം സംസാരിക്കാൻ തനിക്ക് പേടിയെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി. പേടിക്കുന്നത്? എനിക്ക് ഇഷ്ടം. ഞാൻ തെറ്റ് പറഞ്ഞാലും എനിക്ക് ഇഷ്ടം. കാരണം ആൾക്കാർക്ക് ഞാൻ പറയുന്നത് മലയാളം, ഞാൻ സംസാരിക്കുമ്പോ അവർക്ക് ഇഷ്ടം. എനിക്ക് അത് ഇഷ്ടം. പിന്നെ എന്തൊക്കെ വന്നിട്ടാ ഓരോന്നും പറയണേ. ഓക്കെ, മോഹൻലാലിനെ പറ്റിയുള്ള ആ രഹസ്യം തുറന്നടിച്ച് ലക്ഷ്മി ഗോപാലസ്വാമി. മോഹൻലാലിനെ കുറിച്ച് എന്തോ ഒരു സീക്രട്ട് ചേച്ചി തുറന്നു പറഞ്ഞു എന്ന്. എന്താണത്? അതെന്താണ് ചേച്ചി? ലാലേട്ടനെ കുറിച്ചുള്ള ഒരു ഇത്ര വലിയ സീക്രട്ട്. 24/7 ലാലേട്ടന്റെ ന്യൂസ് ചാനൽ ഇസ് റണ്ണിങ്. അവർ അത്ര ഒരു ഹൈ പ്രൊഫൈൽ ആണ്. എന്ത് രഹസ്യം ഉണ്ടാവും ദാറ്റ് ഐ നോ ദാറ്റ്, അല്ലേ? അതെ. സോ പ്ലീസ് ഇതെല്ലാം എന്താ റിഡിക്യുലസ്. ഇത്രേ ഉള്ളൂ. ഇതാണ് സ്റ്റോപ്പ് ദിസ് ന്യൂസിനകത്ത് ഇത്രയുമാണ് നോക്കി കഴിഞ്ഞപ്പം കണ്ടത് കാര്യങ്ങളെല്ലാം.